പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നദിയുടെ അപരദനം എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഒഴുക്കിൻ്റെ വേഗതയും ഒഴുകുന്ന പ്രദേശത്തിൻ്റെ ചെരിവും ശിലാഘടനയും, ഈ മൂന്ന് കാര്യങ്ങളും നദിയുടെ അപരദന തീവ്രതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അഥവാ ഒഴുക്കിൻ്റെ വേഗത, ഒഴുകുന്ന പ്രദേശത്തിൻ്റെ ചെരിവ്, ശിലാഘടന, ഇവ മൂന്നും അപരദന തീവ്രതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നദി ഒഴുക്കി കൊണ്ടുപോകുന്ന ചരല്, മണൽ, ഉരുളൻകല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങളൊക്കെ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നത് മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാവുകയും ഇവ കാരണത്താൽ ഉണ്ടാകുന്ന അപരദനത്തെ അപഘർഷണം എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. നദി ഒഴുക്കി കൊണ്ടുപോകുന്ന ചരല്, മണൽ, ഉരുളൻകല്ലുകളൊക്കെ ശിലകളിൽ ഉരസി ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുകയും പ്രകാരം ഉണ്ടാകുന്ന ഈ ഒരു അപരദനത്തെ നമ്മൾ അപഘർഷണം, അബ്രാഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെപ്പോലും മിനുസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുണ്ട്. അപഘർഷണത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അപഘർഷണം, അടിത്തട്ടിലെ അപഘർഷണമാണെങ്കിൽ ഈ രൂപത്തിലാണ് ആ നദി പിന്നീട് രൂപം പ്രാപിക്കുക. ഇനി ഇരുവശങ്ങളിലേക്കാണ് അപഘർഷണമെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങളിലേക്കും വി ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ ഒരു നദിയിൽ ആ ഒരു രണ്ട് സൈഡുകളിലും അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലും അപരദനം കൂടുതലായിട്ട് സംഭവിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നദിയിലെ അപരദനം ഒന്നെങ്കിൽ അടിത്തട്ടിലായിരിക്കും അപരദനം നടക്കുക, അല്ലെങ്കിൽ ഇരുവശങ്ങളിലുമായിട്ടാണ് അപരദനം സാധാരണ രീതിയിൽ നടക്കാറുള്ളത്. നദിയുടെ ഒഴുക്ക് കാരണത്താൽ ഉണ്ടാകുന്ന വിവിധ ഭൂരൂപങ്ങളാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് നദിയുടെ ആഴം വർദ്ധിക്കുകയും നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന താഴ്വരകൾ വി ആകൃതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വി രൂപ താഴ്വരകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒഴുക്കിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് നദികളുടെ ആഴം വർദ്ധിക്കുന്നു. അപരദനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മണ്ണ്, കല്ല് പോലെയുള്ള, മണൽ പോലെയുള്ള വസ്തുക്കളൊക്കെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുക. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അവ നീങ്ങുന്നതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. തീവ്രമായിട്ടുള്ള അപരദനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്തെ മണ്ണും മണലും കല്ലുമൊക്കെ അവിടെ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വി രൂപത്തിലുള്ള, വി ആകൃതിയിൽ ആ ഭാഗമാവുകയും വി രൂപ താഴ്വരകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഈ ഒരു ചിത്രം ഈ വി രൂപ താഴ്വരകൾക്കുള്ള ഉദാഹരണമാണ്. നദിയിലുണ്ടാകുന്ന മറ്റൊരു ഭൂരൂപമാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ വാട്ടർഫാളിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ നദിയുടെ അപരദന ഫലമായി സാധാരണയായി ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളാറുള്ളത്. വളരെ കഠിനവും മൃദുലവുമായിട്ടുള്ള ശിലകൾ ഇടകലർന്നു കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാവുകയും ഇക്കാരണത്താൽ മൃദുലമായിട്ടുള്ള ശിലകൾ അവിടെ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കുത്തനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്നു. അപ്പോൾ വെള്ളച്ചാട്ടം രൂപം കൊള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? മൃദുലവും കഠിനവുമായിട്ടുള്ള ശിലകൾ ഇടകലർന്ന പ്രദേശങ്ങളിൽ മൃദുലമായിട്ടുള്ള ശിലകൾ അപരദനത്തിലൂടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോകുമ്പോൾ ഈ ഒരു സ്പേസിൽ വെള്ളം കുത്തനെ വന്ന് താഴോട്ട് വീഴുന്ന രൂപത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്ന പുതിയൊരു ഭൂരൂപം രൂപം കൊള്ളുന്നു. മിയാണ്ടറുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എങ്ങനെയാണ് മിയാണ്ടറുകൾ രൂപം കൊള്ളുന്നത്? താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദികൾ ആ നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ അല്ലെങ്കിൽ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദീഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ അല്ലെങ്കിൽ വലയങ്ങൾ, ഇവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിയാണ്ടറുകൾ എന്ന് പറയുന്നത്.
വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലുമാണ് സാധാരണയായിട്ട് മിയാണ്ടറുകൾ രൂപം കൊള്ളാറുള്ളത്. അപ്പോൾ എന്താണ് മിയാണ്ടർ എന്ന് ചോദിച്ചാൽ, നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു നദിക്ക് മുന്നിൽ എന്തെങ്കിലും അവസാദങ്ങളോ ശിലാരൂപങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നദിക്കതൊരു തടസ്സമായി വരുമ്പോൾ ആ നദി വളഞ്ഞൊഴുകുകയും, അങ്ങനെ നിരന്തരമായിട്ടുള്ള വളവുകൾ കാരണത്താൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ നദികൾ രൂപം കൊള്ളുന്നുണ്ടെങ്കിൽ അവയെയാണ്, അഥവാ നിരന്തരമായിട്ടുള്ള വളവുകളുള്ള വലയങ്ങളുള്ള ഈ നദികളെയാണ് എന്ത് പറയുന്നത്, ഈ വലയങ്ങളെയാണ് എന്ത് പറയുന്നത്, മിയാണ്ടറുകൾ എന്ന് വിളിക്കുന്നത്. മിയാണ്ടറുകൾ എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് മിയാണ്ടറുകൾ എന്ന് പറഞ്ഞാൽ, അപരദന നിക്ഷേപണ പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ് മിയാണ്ടറുകൾ രൂപം കൊള്ളുന്നത് എന്ന് നാം വിശദീകരിച്ചു. സാധാരണ രീതിയിൽ സ്ട്രെയിറ്റ് വേയിൽ പോകുന്ന നദികൾ എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു ഭാഗത്ത് അവസാദങ്ങളോ അല്ലെങ്കിൽ വലിയ ശിലകളോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു നദി ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വളയാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വീണ്ടും തിരിച്ച് സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന നദിക്ക് മുന്നിൽ വീണ്ടും ഇത്തരത്തിലുള്ള കല്ലുകളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ നദി വീണ്ടും വളഞ്ഞൊഴുകുന്നു. ഇത്തരത്തിൽ നിരന്തരമായിട്ട് വളഞ്ഞൊഴുകുന്ന വലയങ്ങൾ തീർക്കുന്ന നദികളെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വലയങ്ങളെയാണ് മിയാണ്ടറുകൾ എന്ന് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഒന്നും കൂടി വിശദീകരിച്ച് തരാം. സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു നദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തെങ്കിലും അവസാദങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ നദി ഈ ഒരു ഏരിയയിലേക്ക് വളയുകയും, ഇങ്ങനെ വളഞ്ഞ് വീണ്ടും സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ നിന്നിരുന്ന നദിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ അടുത്തൊരു അവസാദമോ അല്ലെങ്കിൽ ശിലകളോ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വളയുന്നു. അങ്ങനെ നിരന്തരമായിട്ട് വലയം തീർക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞൊഴുകുന്ന നദികളെയാണ് മിയാണ്ടറുകൾ എന്ന് വിളിക്കുന്നത്. ഒരുപാട് വർഷം ഇങ്ങനെ മിയാണ്ടറുകളായിട്ട് ഒഴുകിയ പല നദികളും പിന്നീട് ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകാറുണ്ട്. അത് തുടർന്നുള്ള അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഈ വലയങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റമാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് തുടർച്ചയായിട്ടുള്ള അപരദന നിക്ഷേപണ പ്രക്രിയകളിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. അഥവാ തുടർച്ചയായിട്ടുള്ള ഒരുപാട് അപരദനങ്ങളും നിക്ഷേപണ പ്രക്രിയകളും കഴിഞ്ഞാൽ ഈ വലയങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, വളയുകയും തുടർന്ന് നദി എന്ത് ചെയ്യും, നേരിട്ട് അത് സ്ട്രെയിറ്റ് ലൈനിൽ ഒഴുകുകയും ഈ ഒരു വലയം ഈ നദിയിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു തടാകമായിട്ട് പിന്നീട് മാറുകയും, ഇത്തരത്തിലുള്ള തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നത്, അഥവാ ഓക്സ്ബോ ലേക്സ് എന്ന് വിളിക്കുന്നത്. ഓക്സ്ബോ ലേക്സ് അഥവാ ഓക്സ്ബോ തടാകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നത്? നാം ഇതുവരെ വിശദീകരിച്ച ഒരു മിയാണ്ടറിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ വിശദീകരിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് മിയാണ്ടറിൻ്റെ രൂപം. ഇവിടെ അവസാദങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളം, ഇവിടെ നിന്ന് വരുന്ന വെള്ളം സ്ഥിരമായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നടിക്കുകയും ഈ ഏരിയയിലുള്ള മണ്ണ്, കല്ല് പോലെയുള്ള ശിലാകഷ്ണങ്ങളെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് അപരദനം, അഥവാ ഈ ഒരു ഭാഗത്ത് നിന്ന് അപരദനം മൂലം ഇങ്ങോട്ട് ഈ കല്ലുകൾ എത്തുകയും നിരന്തരമായിട്ട് ഇവിടെ വന്നടിച്ച് ഇവിടെ വന്ന് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഈ നദി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഒഴുകാനും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള നിക്ഷേപണം മൂലം ഈ രണ്ട് ഭാഗവും അടയുകയും ഇവിടെ സാധാരണ രീതിയിൽ മണ്ണ് അല്ലെങ്കിൽ അവസാദങ്ങൾ നിറയുകയും പിന്നീട് ഈ ഒരു ഏരിയ മാത്രം ഈ യഥാർത്ഥ നദിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു തടാകമായി രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്.